ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കരിമീൻ വാഴയില പൊള്ളിച്ചതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ അല്ല, നല്ല വലിയ മുഴുത്ത ഒരു കരിമീനാണ്. പൊള്ളിക്കാൻ വേണ്ടി നോക്കിയെടുത്താണ്. അപ്പം അതിനുവേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാറിൽ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും എടുത്ത് അത് നല്ല രീതിക്ക് അരച്ചിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ വിനാഗിരിയും വെളിച്ചെണ്ണയും ചേർത്ത് നല്ല രീതിക്ക് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഒരു ചട്ടിയിലോട്ട് വെച്ച് പിന്നെ നമ്മൾ പൊള്ളിക്കാൻ എടുത്ത മീൻ നല്ല രീതിക്ക് അത് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് തേച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു ബൗൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല പഴുത്ത തക്കാളി അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് വേറെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മൾ കരിമീൻ നല്ല രീതിക്കൊന്ന് പൊരിച്ചെടുക്കാം. ആ സമയത്ത് നമ്മൾ വാഴയില വെട്ടിയെടുത്തിട്ട് പൊള്ളിക്കാൻ ആവശ്യമായ വാഴയില പോയി വെട്ടിയെടുത്തിട്ട് നമ്മൾ രാത്രിയിലാണ് ഇത് പൊള്ളിക്കുന്നത്. പിന്നെ ഒരു പാൻ അടുപ്പേ വെച്ച് ചൂടാക്കി എണ്ണ ഊറ്റി നമ്മുടെ ഈ ഉള്ളിയെല്ലാം തന്നെ നമ്മുടെ ചുവന്നുള്ളിയെല്ലാം തന്നെ നല്ല രീതിക്കൊന്ന് വഴട്ടിയെടുക്കണം. ഇതൊരു ഗോൾഡ് നിറമാവുന്നിടം വരെ ഇതിട്ട് വഴട്ടിയെടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് വരാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഗോൾഡ് നിറമായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ പഴുത്ത തക്കാളി നമുക്കിതിലോട്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നല്ല രീതിക്ക് നല്ല ഇളക്കി വഴട്ടിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലോട്ട് നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലോട്ടിടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എത്രത്തോളം ചേർക്കണം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് ഇതും കൂടി ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി നല്ല രീതിക്ക് വഴട്ടിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ഒരു മിക്സിയിലുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ മുളകും പിന്നെ കുറച്ച് ഗരം മസാലയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഇച്ചിരി എണ്ണ ചേർത്ത് അരച്ചെടുത്ത് നമുക്ക് ഈ പേസ്റ്റ് രൂപത്തിലാക്കി അതിലോട്ട് ചേർത്ത് കൊടുത്ത് അതൊക്കെ നല്ല രീതിയിൽ വഴട്ടിയ ശേഷം നമ്മുടെ നേരത്തെ അതെടുത്ത് വെട്ടി വെച്ചിട്ടുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് മീൻ വെക്കാൻ പാകത്തിന് തേച്ച ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് അരപ്പ് തേച്ച് നല്ല രീതിക്ക് അത് മൂടി വെക്കണം. അത് മൂടി വെക്കണം മീൻസ് അത് പൊതിയുന്ന മാതിരി തേക്കണം. അതിൽ നല്ല രീതിക്ക് തേച്ചൊന്ന് പിടിപ്പിച്ച ശേഷം നമുക്ക് ഈ വാഴയില നമുക്ക് മടക്കിയെടുക്കണം. വാഴയില നല്ല 4ആയിട്ടാണ് നമ്മളിവിടെ മടക്കുന്നത്. ഈ മീൻ പൊള്ളിക്കുന്നതിൽ ചിലർ തേങ്ങാപ്പാൽ കൂടി ചേർക്കാറുണ്ട്. ഞാനിവിടെ ചേർക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇത് ഈ മസാലയെല്ലാം നല്ല രീതിക്ക് തേച്ച ശേഷം നമ്മളിവിടെ ഈ വാഴയിലെല്ലാം നല്ല മുറുക്കി തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിക്ക് പൊതിഞ്ഞ ശേഷം ഈ വാഴയുടെ ഈ നാര് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇതിനെ വള്ളിയായിട്ട് കെട്ടി ഇതെടുക്കുന്നത്. ഇത് അമ്മ തന്നെ എല്ലാം നല്ല രീതിക്ക് ഒന്ന് കെട്ടി നല്ല മുറുക്കി എടുക്കുന്നുണ്ട്. ഇതൊന്നും ചാടിപ്പോവാത്ത രീതിയിൽ തന്നെ നല്ല രീതിക്ക് മുറുക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ ഇതിൻ്റെ മസാല റെഡിയാക്കി ആ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഇതാക്കി ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ ആവി കയറ്റി നല്ല രീതിക്ക് തിരിച്ചു മറിച്ച് വാഴയിലിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കഴിക്കണം. ഇത് കാണുമ്പോഴേ നല്ല യമ്മി ആയിട്ടുള്ള നമ്മുടെ കരിമീൻ പൊള്ളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പിച്ചി എടുക്കുമ്പോഴത്തേക്കും കാണാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓൾ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.